നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നടന്നത് കോടികളുടെ ഹവാല ഇടപാട്. മുംബൈയിലെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം ഇഡി ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്തെത്തിച്ചത് മൂന്നാം പ്രതി മുകേഷ്. കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർ വിജിലൻസ് റഡാറിൽ. ആഗോള കത്തോലിക്ക സഭയ്ക്ക് ഇനി പുതിയ നാഥൻ. പാലിയവും സ്ഥാനമോതിരവും ഏറ്റുവാങ്ങി ലിയോ 14 ചുമതലയേറ്റു. Liturgical insignia of the Roman Pontiff. ദിവ്യബലിക്കിടെ ഗാസയും യുക്രൈനും പരാമർശിച്ച് മാർപ്പാപ്പ. ദൈവസ്നേഹത്തിന്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നെന്ന് ലിയോ 14. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. തീപിടിച്ചത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ. സമീപത്തെ കടകളിലേക്കും തീ പടരുന്നു. മുഴുവൻ കടകളും ഒഴിപ്പിച്ചു. തീ നിയന്ത്രണ വിധേയമാക്കാൻ തീവ്ര ശ്രമം. കരുളായിയിലെ ആളെക്കൊല്ലിക്കടുവയെ കണ്ടെത്താൻ കൊണ്ടുവന്ന കുങ്കിയാന പാപ്പാനെ ചുഴറ്റിയെറിഞ്ഞു. പരിക്കേറ്റ പാപ്പാന ആശുപത്രിയിൽ. കാളികാവിൽ വനം വകുപ്പിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. കടുവാ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടും മുൻകരുതൽ സ്വീകരിച്ചില്ല. കടുവയെ പിടിക്കാൻ പുതിയ കൂടും കൂടുതൽ ക്യാമറകളും സ്ഥാപിക്കും. സർവകക്ഷി സംഘത്തിലേക്കുള്ള പാർട്ടി പട്ടിക തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി കോൺഗ്രസ്. ബിജെപിയുടെ രാഷ്ട്രീയ കളിയെന്ന് വിമർശനം. ശശി തരൂർ സംഘത്തിന്റെ ഭാഗമാകും. ഇന്ത്യയുടെ പാത പിന്തുടർന്ന നയതന്ത്ര സംഘത്തെ വിദേശത്തേക്ക് അയക്കാൻ പാകിസ്ഥാൻ. PSLV C-61 വിക്ഷേപണം പരാജയം. ഭൗമനിരീക്ഷണം ശക്തിപ്പെടുത്താനുള്ള ഉപഗ്രഹം ലക്ഷ്യത്തിലെത്തിയില്ല. Third stage motor started perfectly, but during the functioning of the third stage, we are seeing a observation, and the mission could not be accomplished. After analysis, we shall come back. പാളിച്ച പരിശോധിക്കുമെന്ന് ISR. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കരസേന. ഇന്ന് നിശ്ചയിച്ചിരുന്ന ഇന്ത്യ പാക് സൈനിക ചർച്ച മാറ്റി. 40,000 കോടിയുടെ ആയുധം വാങ്ങാൻ അനുമതി നൽകി കേന്ദ്രം. പത്രോസിന്റെ പിൻഗാമിയായി ലിയോ 14. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് പരമാധ്യക്ഷനായി ലിയോ 14 മാർപ്പാപ്പ ചുമതലയേറ്റു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, US വൈസ് പ്രസിഡന്റ് JD വാൻസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടക്കമുള്ള ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ഗസയിലെയും യുക്രൈനിലെയും യുദ്ധം പരാമർശിച്ചായിരുന്നു പാപ്പയുടെ ആദ്യ പ്രസംഗം. പത്രോസിന്റെ പിൻഗാമിയും റോമിലെ ബിഷപ്പും എന്ന നിലയിൽ ലിയോ 14 ശുശ്രൂഷയുടെ ഔദ്യോഗിക തുടക്കം. പത്രോസിന്റെ ഖബറിടത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലെ പ്രധാന ബലിവേദിയിലേക്ക് കർദിനാളുമാരുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി മാർപ്പാപ്പ എത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. സഭയുടെ ആദ്യ മാർപ്പാപ്പയായിരുന്ന പത്രോസിന്റെ തൊഴിലിനെ ഓർമ്മപ്പെടുത്തി മുക്കുവന്റെ മോതിരവും ഇടയധർമ്മം ഓർമ്മപ്പെടുത്തി കഴുത്തിലണിയുന്ന പാലിയവും സ്വീകരിക്കുന്നതായിരുന്നു സ്ഥാനാരോഹണത്തിലെ പ്രധാന ചടങ്ങ്. This liturgical insignia of the Roman Pontiff. ക്രിസ്തു ഒന്നായിരിക്കുന്നത് പോലെ സഭയും ഒന്നാണെന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ പറഞ്ഞു. വിവിധ മതസ്ഥരുമായുള്ള ഐക്യം പ്രധാനമാണ്. ഐക്യത്തോടെയും സാഹോദര്യത്തോടെയും മുന്നോട്ടു പോകണം. ഐക്യമുള്ള സഭയാണ് തന്റെ ആദ്യ ആഗ്രഹമെന്നും മാർപ്പാപ്പ വ്യക്തമാക്കി. ദിവ്യബലിക്കിടെ പാപ്പ യുക്രൈനും ഗാസയും പരാമർശിച്ചതും ശ്രദ്ധേയമായി. അവിടുത്തെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്ന് മാർപ്പാപ്പ.
faith and pastoral ministry. In this moment, we cannot forget our brothers and sisters who suffer because of war in Gaza, the children, the families, the elderly, and those who have survived have been reduced to famine. In Myanmar, new hostilities have taken many young, innocent lives. In martyred Ukraine, awaits negotiations for peace, for a lasting and just peace. സ്ഥാനാരോഹണ ചടങ്ങിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്, ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രാങ്കോ ബോയ്, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി, പെറു പ്രസിഡന്റ് ദിന എർസിലിയ ബൊലാർത്തെ സെഗാര, ബ്രിട്ടനിലെ എഡ്വേർഡ് രാജകുമാരൻ, ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മെത്തറെല്ല, പ്രധാനമന്ത്രി ജോർജിയ മെലോണി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ വത്തിക്കാനിൽ എത്തിയേക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. നടന്നത് കോടികളുടെ ഹവാല ഇടപാടാണെന്ന് കേസിലെ മൂന്നാം പ്രതി മുകേഷ് മൊഴി നൽകി. മുംബൈയിലെ അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പണം ഇഡി ഉദ്യോഗസ്ഥർ പറയുന്ന സ്ഥലത്തേക്ക് ഹവാലയായി എത്തിച്ചത് മുകേഷാണെന്നും കണ്ടെത്തി. നേരത്തെ ഇഡി കൈക്കൂലി കേസിൽ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദിന്റെ അറിവോടെയാണ് എല്ലാം നടക്കുന്നതെന്ന് പരാതിക്കാരനും കശുവണ്ടി വ്യവസായിയുമായ അനീഷ് ബാബു വെളിപ്പെടുത്തിയിരുന്നു. ഇഡിയുടെ ഉദ്യോഗസ്ഥർ ആരും എന്നെ ഡയറക്റ്റ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ എന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ത്രെട്ടൻ ചെയ്തതാണ്. ആരും ഇങ്ങനെ ഇതൊന്നും പറഞ്ഞിട്ട് എന്നെ ചെയ്തിട്ടില്ല. ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിലോട്ടാണ് പോയത്. അതൊന്നും അറിയില്ല. അത് പിന്നെ അവസാനത്തെ ടോക്കിൽ പറഞ്ഞത് അവസാനം സംസാരിച്ചത് ഗൾഫ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു, അവിടെ തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊന്നും അറിയില്ല. ഇപ്പൊ ഈ ഇഡി കേസിന്റെ അവസ്ഥ എന്താണ്? ഇഡി ഉണ്ടോ? അല്ല, ഇപ്പോഴും സമ്മൻസ് എനിക്ക് വന്ന ആ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അതെ അതെ. പിന്നെ അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കാര്യം ഇങ്ങനെ ഒരു കാര്യമായിട്ട് നമ്മളത് കോഷ് ചെയ്യാനായിട്ട് പെറ്റീഷൻ ഇടാനായിട്ട് ഹൈക്കോടതിയിൽ നിൽക്കുന്ന സമയത്താണ് പിന്നെ ഇപ്പം ഇങ്ങനെ ഇത് വരുന്നത്. രാധാകൃഷ്ണനാണെന്ന് ഞാൻ ഈ രൂപം സാദൃശ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവർക്കും ഒരു സംശയം വന്ന് ഇവിടുത്തെ സാറുമാർക്കും ഒരു സംശയം വന്ന് ഇന്ന ആളാണോ എന്ന് ചോദിച്ചതാണ്. ആ അതെ അതെ, ആണോ എന്ന് ചോദിച്ചത്. അപ്പോൾ എനിക്കും ആ ഒരു പേരിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഇഡിയിൽ നടന്നത് ഹവാല ഡീലാണ് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അശ്വതി, ഈ കേസിലെ മൂന്നാം പ്രതി മുകേഷ് മുരളി എന്ന് പറയുന്ന രാജസ്ഥാൻ സ്വദേശി ഇവിടെ നിന്നും സമാഹരിക്കുന്ന പണം ഹവാല വഴിയാണ് ഇടപാടുകൾ നടത്തിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജിലൻസിൽ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. എന്തായാലും 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിജിലൻസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. വിജിലൻസ് ഇവരുമായുള്ള ഈ 3 പ്രതികളുമായി ചോദ്യം ചെയ്യൽ തുടരുക തന്നെയാണ്. അതായത് ഈ ശേഖർ കുമാർ എന്ന് പറയുന്ന ഇഡി ഉദ്യോഗസ്ഥന്റെ പങ്ക് വെളിപ്പെടുത്താനുള്ള കൃത്യമായ എവിഡൻസ് തിരയുകയാണ് വിജിലൻസ് ഈ കാര്യത്തിൽ. കാരണം ഈ പരാതിക്കാരൻ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അയാൾക്കെതിരെ ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച്, അതായത് നിലവിൽ വെളിപ്പെടുന്നതനുസരിച്ച് 2 ഇഡി ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള വിനോദ് കുമാർ, അതുപോലെ നേരത്തെ FIR ഇട്ടിട്ടുള്ള കേസിൽ പ്രതി ചേർത്തിട്ടുള്ള ശേഖർ കുമാർ, ഈ 2 പേർക്കുമെതിരെ രണ്ട് ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് പരാതികൾ വന്നിട്ടുള്ളത്. ഇവരെ നിലവിലത്തെ സാഹചര്യത്തിൽ വിജിലൻസിന് ഇവരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് മറ്റൊരു നിയമപാലക സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പാളിപ്പോകാതിരിക്കണം. കോടതിയിൽ എത്തുമ്പോൾ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാകരുത് തുടങ്ങി എല്ലാ പഴുതുകളും അടച്ചാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. ശേഖർ കുമാറിനെതിരെ ഡിജിറ്റൽ തെളിവുകൾ തിരയുകയാണ് ഇപ്പോൾ വിജിലൻസ്. അതുപോലെ തന്നെ ഇയാളുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഹവാല ഇടപാടിലൂടെയാണ് മുകേഷ് മുരളി എന്ന് പറയുന്ന ഈ രാജസ്ഥാൻ സ്വദേശി പണം ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനാന്തര ഇടപാടുകൾ തന്നെ നടത്തിയിട്ടുണ്ട് ഇയാൾ എന്നാണ്. നിരവധി ഹവാല ഇടപാടുകൾ നടത്തി വരുന്ന ആളുകളുടെ കണ്ണിയാണ്. ഹവാല ഇടപാടുകളുടെ പ്രധാനപ്പെട്ട കണ്ണികളിൽ ഒരാളാണ്
ഈ മുകേഷ് മുരളി എന്നാണ് വ്യക്തമായി വരുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് വിജിലൻസ് ശേഖരിച്ചു വരികയാണ്. ഇപ്പോൾ നിലവിൽ ഈ വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യമുണ്ട്. അനീഷ് വെളിപ്പെടുത്തിയതനുസരിച്ചിട്ടാണ് ഈ ഏജന്റ്, അതായത് തമ്മനത്തെ ഏജന്റ് അയാളെ വന്ന് കണ്ടതിനനുസരിച്ചിട്ടാണ് ED ഉദ്യോഗസ്ഥരുടെ പങ്ക് അതിൽ വ്യക്തമാകുന്ന തെളിവുകൾ അനീഷ് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തുന്ന സാഹചര്യമുണ്ടായത്. രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. കേസുകൾ കോഴ വാങ്ങാൻ മറയാക്കിയെന്ന 10-ലധികം പരാതികളിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിടുന്നത് വൻ പ്രതിസന്ധി. ഇതുവരെ കേരളത്തിലെ നിരവധി കേസുകളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ EDയെ പിടിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് വീണ് കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, കണ്ണിലെ കരടായാൽ അത് ആരായാലും അവരെ തേടി ED വരും. BJP നേതാക്കൾ പോലും ഒരു അലങ്കാരം പോലെ പറഞ്ഞു നടന്ന വാക്കുകളാണിത്. എന്നാൽ അതേ ED അഴിമതിക്കറ പുരണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന സ്ഥിതി. കശുവണ്ടി അഴിമതിക്കേസിൽ EDക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പഴയ കണക്കുകൾ ഒരുപാടുണ്ട് തീർക്കാൻ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി കേസ് മുതൽ ലൈഫ് മിഷൻ കേസുകൾ വരെ അന്വേഷിച്ച കേരളത്തിലെ ED ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ നിൽക്കുന്നത്. ലൈഫ് മിഷൻ കോഴ ആരോപണം ഉയർന്നപ്പോൾ ആര് അന്വേഷിക്കണമെന്നതിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തിയ പോര് ഹൈക്കോടതി കയറിയിരുന്നു. ലൈഫ് മിഷൻ കേസിൽ ആദ്യം കേസെടുത്ത സംസ്ഥാന വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ നിന്നുൾപ്പെടെ ഫയലുകൾ പിടിച്ചെടുത്തു. CBI അന്വേഷണം ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു വിജിലൻസിന്റെ നീക്കമെന്ന ആരോപണം ഉയർന്നു. വൈകാതെ കേസിലേക്ക് EDയും എത്തി. തിടുക്കപ്പെട്ട് വിജിലൻസ് സംഘം ഫയൽ പിടിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണം ശക്തമായി. ഫയലുകൾ കൈമാറാൻ സംസ്ഥാന ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മറ്റൊരു സംഭവം. കസ്റ്റംസ് അസിസ്റ്റന്റ് പ്രിവന്റീവ് ഓഫീസറെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഏജൻസികൾ തമ്മിലുള്ള മറ്റൊരു തർക്കത്തിന് കാരണമായി. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ അന്വേഷണം തടസ്സപ്പെടുത്തുവെന്നാരോപിച്ച് ED സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും നാൾ വഴിയിലെ മറ്റൊരു സംഭവം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPMന്റെയും അതിലെ നേതാക്കളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പിറകെ ED ഇറങ്ങി പുറപ്പെട്ടതാണ് മറ്റൊരു സംഭവം. സംസ്ഥാന വ്യാപകമായി സഹകരണ മേഖലയിലാകെ പരിശോധനയ്ക്ക് ED തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനിടെയാണ് EDയുടെ കൊച്ചി യൂണിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതും വിജിലൻസ് നടപടി തുടങ്ങിയിരിക്കുന്നതും. കേന്ദ്ര ഏജൻസിയെ പൂട്ടാനുള്ള സുവർണാവസരമാണ് ഇടതു സർക്കാരിന് ഈ പരാതികൾ. ഒരു പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ED ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പരാതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കേസ് ഒതുക്കി തീർക്കാൻ ED 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും പരാതി നൽകിയതിന്റെ പേരിൽ പൂർണ്ണ നഗ്നനാക്കി നിർത്തി ചോദ്യം ചെയ്തെന്നും വെളിപ്പെടുത്തി ബിഷപ്പ് ജെയിംസ് ജോർജ്. 2016 സാമ്പത്തിക ഇടപാട് കേസ് ഒത്തുതീർപ്പാക്കാനാണ് EDയുടെ ഇടനിലക്കാർ സമീപിച്ചത്. കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ജെയിംസ് ജോർജ്. വർഷങ്ങളായിട്ട് മാറി മാറി വരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ സ്വന്തം നാട്ടിൽ നിന്ന് വരെ ഏജന്റുമാരെ കൊണ്ടുവന്ന് കേസിൽപ്പെട്ടവരുടെ വിവരങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പൈസ വാങ്ങിച്ചെടുക്കുന്നൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൊല്ലത്തെ ഇര ഞാനായിരുന്നു. 2 കോടി രൂപ വേണമെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. പൈസ കിട്ടാതെ വന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നതുകൊണ്ട് പിന്നെ എന്നെ വിളിച്ച് പരിപൂർണ നഗ്നനായി നിർത്തി മൊഴിയെടുക്കുന്ന സെറ്റപ്പ് വരെ ഉണ്ടായി. ഇപ്പോൾ ഒരു 15 വർഷമായി ബിഷപ്പായിരിക്കുന്ന ഒരാളിനോട് ഇതാണ് കാണിക്കുന്നതെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? സംബന്ധിച്ച് എൻ്റെ പേരിൽ PMLAയുടെ കേസുണ്ടായിരുന്നു. ആ PMLAയുടെ കേസ് 4-5 ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് എൻ്റെ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തതാണ്. അവർ EDയുടെ ആൾക്കാർ തന്നെ. ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുന്ന ഫയൽ, EDയുടെ കയ്യിൽ കൊടുക്കുന്ന ഫയൽ, EDക്ക് കൊടുക്കുന്ന മൊഴി, ആ മൊഴി ഇവരുടെ കയ്യിൽ വരുന്നു. അവരെന്നോട് പറയുന്നു പണം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് പണം കൊടുക്കാതെ അറസ്റ്റ് ചെയ്യിച്ചാണ് ചീറ്റിംഗ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും, നിങ്ങളുടെ ജാമ്യം റദ്ദാക്കിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടില്ലാത്ത ഹരാസ്മെൻ്റാണ്. മൊഴിയെടുക്കാൻ അവർ വിളിച്ചു വരുത്തുക, തുണി ഉരിയുക. ED ഉദ്യോഗസ്ഥനെതിരായ വിജിലൻസ് കേസിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വേലി തന്നെ വിളവ് തിന്നുന്നു. രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യാൻ മാത്രമുള്ള ഏജൻസിയായി ED മാറിയെന്നും കരുവന്നൂർ കേസിലും EDയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നെന്നും VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ED തന്നെ ഒരുപാട് പേർക്ക് നോട്ടീസ് അയച്ച് അവരെ ഏജന്റുമാർ മുഖേന, ഇടനിലക്കാർ മുഖേന ബന്ധപ്പെട്ട് വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്ത് കേസുകളെല്ലാം സെറ്റിൽ ചെയ്യാണ്. അപ്പോൾ എന്തിനാണ് ED രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാനും
അവരെ ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രമുള്ള ഒരു ഏജൻസിയായി ED മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന കേസാണ് കരുവന്നൂർ കേസിലുള്ളത്. മലപ്പുറം നിലമ്പൂർ കാളികാവിലെ കടുവ ആക്രമണത്തിൽ വനവകുപ്പിന്റേത് ഗുരുതര വീഴ്ച. കടുവയുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി നിലമ്പൂർ സൌത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കത്തയച്ചെങ്കിലും നടപടി സ്വീകരിച്ചില്ല. കത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അതേസമയം മലപ്പുറം കടുവാ ദൌത്യം പുരോഗമിക്കുന്നതിനിടെ പാപ്പാന് നേരെ കുങ്കിയാനയുടെ ആക്രമണമുണ്ടായി. കുഞ്ചു എന്ന കുങ്കിയാനയാണ് പാപ്പാൻ ചന്തുവിനെ എടുത്തെറിഞ്ഞത്. രാവിലെ 9 മണിയോടെയാണ് കുങ്കിയാന കുഞ്ചു പാപ്പാൻ ചന്തുവിനെ ആക്രമിച്ചത്. അഴിക്കാൻ ചെന്ന പാപ്പാനെ കൊമ്പുകൊണ്ട് തട്ടി തുമ്പിക്കൈ കൊണ്ട് എറിയുകയായിരുന്നു. കഴുത്തിന് പരിക്കേറ്റ ചന്തുവിനെ ഉടൻ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. പാപ്പാന്റെ പരിക്ക് ഗുരുതരമല്ല. നിലവിൽ കുങ്കിയാനകളെ ദൌത്യത്തിനിറക്കേണ്ട ഘട്ടമായില്ലെന്ന് സൗത്ത് DFO ധനിക്ലാൽ പറഞ്ഞു. കടുവ നിലയുറപ്പിച്ച സ്ഥലം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ ആനകളെ ദൌത്യത്തിന് ഉപയോഗിക്കൂവെന്നും നിലമ്പൂർ സൗത്ത് DFO അറിയിച്ചു. ഇന്നത്തെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുങ്കിയാനയെ ആ ഒരു സ്പോട്ട് ചെയ്തതിന് ശേഷമാണ് കുങ്കിയാനകളെ കുറിച്ചുള്ള തെരച്ചിലുണ്ടാവും. അതേസമയം കാളികാവിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുവാദം തേടി 2 തവണയാണ് നിലമ്പൂർ സൗത്ത് DFO കത്തയച്ചത്. മാർച്ച് 12-നും ഏപ്രിൽ 2-നും. ഇതിൽ നടപടിയെടുക്കാത്തതാണ് കടുവ ഒരാളുടെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് പ്രശ്നമെത്തിച്ചത്. ഇക്കാര്യം മറച്ചുവെച്ചുകൊണ്ടാണ് DFOക്കെതിരെ നടപടിയെടുത്ത് വനംവകുപ്പ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ദൌത്യം നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ DFOയെ മാറ്റിയതിനെതിരെ നാട്ടുകാർക്കും പ്രതിഷേധമുണ്ട്. ഇതിന്റെ ദൌത്യം ഇപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കണതാണ്. ഇപ്പോൾ അപ്പോഴാണ് ഇതിന്റെ നമ്മളെ DFOനെ ഇവിടുന്ന് സ്ഥലം മാറ്റിയത്. ഈ സന്ദർഭത്തിൽ അയാൾ ഏത് എന്തായിക്കോട്ടെ ഇപ്പോൾ ഒരു ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് പുതിയൊരാൾ വന്ന് പഠിച്ച് വന്ന് ഇതാകുമ്പോഴത്തേനും ദൗത്യത്തിന് വളരെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ അയാളെ ഈ സന്ദർഭത്തിൽ മാറ്റിയത് വളരെ മോശമായി പോയെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു ഇത്. അതേസമയം നിരീക്ഷണ ക്യാമറകളിൽ കടുവയുടെ പുതിയ ദൃശ്യങ്ങൾ ഇന്നും ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകളും 3ാമത്തെ കൂടും മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ദൌത്യത്തിന് നേതൃത്വം കൊടുക്കുന്ന DFOയുടെ സ്ഥലം മാറ്റം. ദൌത്യത്തിൽ നിർണായക പങ്കുവഹിക്കാനുള്ള കുങ്കിയാന പാപ്പാനെ ആക്രമിച്ചത്. പാറശ്ശേരി കടുവാ ദൌത്യത്തിൽ വെല്ലുവിളികൾ ഏറുകയാണ്. ഇതെല്ലാം മിഷനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. അഖിലോട്ട് പറകൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. എല്ലാം കഴിഞ്ഞു മാം. ഈ സ്പേസ് ഷിപ്പിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം. മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. പുതിയ ബസ് സ്റ്റാൻഡിലെ തുണിക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീയണയ്ക്കാനായോ? തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാകുന്നില്ല, അല്ലെങ്കിൽ ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പറയാൻ നൽകുന്ന വിവരം. നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗങ്ങൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. പോലീസും നാട്ടുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ അടക്കം ഈ തീ അണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടത്തുന്നു. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാവാതെ തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും തുണിക്കടകളാണ് ആ മേഖലയിൽ നിലവിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഒരുപാട് കടകളും സ്ഥിതി ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തുണിത്തരങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളാണ്, ഈ ഫാഷൻ ബസാർ എന്നൊക്കെ എഴുതിയ ബോർഡുകൾ നമുക്ക് കാണാം. അത്തരം സ്ഥാപനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ സ്കൂൾ സമയമാണ്, സ്കൂൾ തുറക്കുന്ന ആ സമയമൊക്കെ ആവുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ അവിടെ കരുതിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ജനപ്രതിനിധികളടക്കമുള്ളവർ ആ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് അറിയാം. ഈ കരിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ മുകൾ ഭാഗത്താണ് ആദ്യം തീ പ്രത്യക്ഷപ്പെട്ടത്. അവിടെ അണക്കാനുള്ള ശ്രമത്തിനിടയിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുകൾ ഭാഗത്ത് അധികവും ഗോഡൌണുകളാണ്. അതുകൊണ്ട് തന്നെ മറ്റു അപായ സാധ്യതകൾ കുറവാണ്. പിന്നെ ഈ ബിൽഡിങ്ങിനകത്ത് മാത്രമേ ഇപ്പോൾ തീയുള്ളൂ. മറ്റ് ബിൽഡിങ്ങിലേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനാണ് ആ രീതിയിൽ എല്ലാ ഭാഗത്തും വെള്ളം പമ്പിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ എയർപോർട്ടിലെ ഫയർഫോഴ്സ് യൂണിറ്റ് വരുന്നുണ്ട്, കുന്നമംഗലത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കാൻ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീ നിയന്ത്രിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് ഇപ്പോൾ. തുണിത്തരങ്ങളാണല്ലേ, പ്രത്യേകിച്ചും ഈ സ്കൂൾ സീസണൊക്കെ തുടങ്ങാൻ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങളുടെ സ്റ്റോക്കാണ്. അവരുടെ ഗോഡൌൺ ആയിട്ടാണ് ഇത് മേൽഭാഗം ഉപയോഗിക്കുന്നത്. പിന്നെ തകര ഷീറ്റിട്ടാണ് ഇതിന്റെ മുകൾ ഭാഗം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തകരയുടെ ചുവട് കൊണ്ട് പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല.
തീ പരിപൂർണമായി നിയന്ത്രിച്ചാൽ മാത്രമേ അകത്ത് കടന്ന ചെക്കിങ് നടത്താൻ കഴിയുള്ളൂ. തീ തുടരുന്ന ഫസ്റ്റിൽ ആരംഭിച്ചപ്പോൾ മറ്റു ഭാഗങ്ങളിൽ കയറി ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. ആരും ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിച്ചത്. പ്രത്യേകിച്ച് ഞായറാഴ്ച കൊണ്ട് ഷോപ്പുകളൊക്കെ ഒഴിവായിരുന്നു. അതുകൊണ്ട് വലിയൊരു ദുരന്തം ഉണ്ടാവില്ല എന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. ആളുകൾ ഉണ്ടാവില്ലെന്ന് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് വർക്കിംഗ് അല്ല, അതുകൊണ്ട് ആളുകളില്ല. ഗോഡൌൺ ആണ് പ്രധാനമായും. ഉള്ളിൽ ആൾ കയറിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഗോഡൌണുകളാണ് മൊത്തം തുണിയാണ്. ഈ തുണിയിൽ തീ പിടിക്കുന്നതുകൊണ്ടായിരിക്കും. അതെ, അതാണ് പടർന്നു പിടിക്കുന്നത്. അതാണ് ഒരു സാഹചര്യം. കാരണം ആ ഭാഗത്ത് ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഒരു സംഭരണ കേന്ദ്രമാണ്, ഒരു ഗോഡൗൺ ആണ്. നമുക്ക് കാണാം, നിന്ന് കത്തുന്ന ആ ദൃശ്യങ്ങൾ കാണാം. കാരണം അത്രയധികം തുണിത്തരങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ഉള്ളിൽ കടന്ന് ആളുകൾ ആരും ആ കടയിൽ അല്ലെങ്കിൽ ആ ഗോഡൌണിനുള്ളിൽ ആ തീ കത്തുന്ന സ്ഥലത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയെന്നാണ് നേരത്തെ MLA അടക്കമുള്ളവർ പറഞ്ഞത്. കാലിക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നുമൊക്കെയുള്ള സംഘം പ്രത്യേക ഈ അഗ്നിശമനയ്ക്ക് ഉള്ള ആധുനിക യന്ത്രങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉള്ള സംഘം വരുന്നു. കുന്നമംഗലം അടക്കമുള്ള സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തുന്നു. അയൽ ജില്ലകളിൽ നിന്ന് പോലും ഇവിടേക്ക് ഈ തീ കെടുത്തുന്നതിനുള്ള സംവിധാനങ്ങളുമായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അരമണിക്കൂറിനടുത്ത് നിന്ന് കത്തിയിട്ടും തീ ശമിക്കുന്നില്ല, അല്ലെങ്കിൽ തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറെ ഒരു ആളുകളെ ആശങ്കയിൽ ആഴ്ത്തുന്നത്. തൊട്ട് സമീപത്ത് തന്നെ വലിയ ഗോഡൌണുകളുണ്ട്, മറ്റ് തുണിക്കടകളും അതുപോലുള്ള കടകളുണ്ട്. അവിടേക്കൊന്നും തീ പടരാതെ സൂക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടേറിയ ജോലി. അത്തരം കാര്യങ്ങൾ നിർവഹിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ കടയുടെ എല്ലാ വശത്തുമുള്ള ഇടങ്ങളിൽ ഫയർ ലൈനുകൾ തീർത്ത് അവിടെ നിന്നും മറ്റു കെട്ടിടത്തിലേക്ക് തീ പടരാതെ നോക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആദ്യം തന്നെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ തീ ആളിക്കത്തുന്ന ഭാഗത്ത് തീ അണയ്ക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതടവില്ലാതെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നു. ഈ വാഹനങ്ങളിലെത്തി അവിടേക്ക് വെള്ളം ചീറ്റിച്ച് തീ അണയ്ക്കുന്നതിനുള്ളൊരു ശ്രമം നടത്തുന്നു. നേരത്തെ മഴയ്ക്ക് ഒരു ചെറിയ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ആ മഴ സാധ്യത പൂർണ്ണമായും മാറിയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച് കൂടുതൽ വേഗത്തിൽ ഈ തീ അണയ്ക്കുന്നതിനുള്ള നിയന്ത്രണ വിധേയമാണ് എന്ന് പൂർണ്ണമായും പറയാൻ ആയിട്ടില്ല. ഇപ്പോഴും അവിടെ തീവ്ര ശ്രമം തുടരുകയാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ശശി തരൂർ അടക്കമുള്ളവർ ഇന്ത്യൻ നയതന്ത്ര സംഘത്തിന്റെ ഭാഗമാകുമെന്ന് വ്യക്തമാക്കിയും ഒപ്പം പാർട്ടിയുടെ ഔദ്യോഗിക പട്ടിക തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കിയും കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെയും BJPയുടെയും അത്ര ദയനീയ തലത്തിലേക്ക് കോൺഗ്രസ് താഴില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. വിവിധ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി നയതന്ത്ര സംഘത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് 5 പേരെയാണ് ഉൾപ്പെടുത്തിയത്. ഒരു പ്രധാന സംഘത്തിന്റെ തലവനായി ശശി തരൂർ, വിവിധ സംഘങ്ങളിലായി ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ്, അമർ സിംഗ് എന്നിവരും. എന്നാൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കോൺഗ്രസ് നൽകിയ ഔദ്യോഗിക പട്ടികയിൽ നിന്നും ഇതിൽ ആനന്ദ് ശർമ്മ മാത്രമാണുള്ളത്. കോൺഗ്രസിൽ നിന്നുള്ള മറ്റു 4 പേരെയും തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരാണ്. മോദി സർക്കാരിന്റെ സമ്പൂർണ്ണ വിശ്വാസ്യതയില്ലായ്മയുടെ തെളിവും ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ പോലും തരംതാണ രാഷ്ട്രീയ കളിയുമാണ് ഇതെന്നായിരുന്നു സർക്കാർ നടപടിയോടുള്ള കോൺഗ്രസ് പ്രതികരണം. എന്നാൽ സർക്കാർ ഉൾപ്പെടുത്തിയ 4 കോൺഗ്രസ് നേതാക്കളും സംഘാംഗങ്ങൾ എന്ന നിലയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. പാർട്ടി ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കും മുമ്പ് തന്നെ സംഘത്തിന്റെ ഭാഗമാകുമെന്ന ശശി തരൂരിന്റെ പരസ്യ പ്രസ്താവനയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ വിശദീകരണം. പാർട്ടി അനുമതിയില്ലാതെ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് സംഘാംഗമായതിൽ ശശി തരൂരിനോടുള്ള അതൃപ്തി കോൺഗ്രസ് പരസ്യമാക്കുന്നില്ല എങ്കിലും സംഘാംഗങ്ങളെ തെരഞ്ഞെടുത്തതിൽ കേന്ദ്ര സർക്കാരിനോടുള്ള വിമർശനം പരോക്ഷമായി തരൂരിനു കൂടി കൊള്ളുന്നതാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ചർച്ച ചെയ്യാനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യവും കോൺഗ്രസ് ആവർത്തിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തരൂർ വിവാദത്തിൽ മറുപടി പറയേണ്ടത് ദേശീയ നേതൃത്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കമാൻഡ് നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന്റേതെന്നും വിവാദം സംസ്ഥാന രാഷ്ട്രീയത്തെ ബാധിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് കോൺഗ്രസ് പാർട്ടി ആണ് അതിന്റെ അഭിപ്രായം പറയേണ്ടത്. ദേശീയ തലത്തിൽ ശ്രീ ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം എന്ന് വെച്ചാൽ വലിയ പദവിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കമന്റ് പറയാനുള്ള ആളുകളല്ല ഞങ്ങളായിരുന്നു. അത് കേന്ദ്ര നേതൃത്വം അതിനകത്ത് അഭിപ്രായം പറയും. ആ അഭിപ്രായം എന്തായാലും അത് തന്നെയായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. അല്ലല്ല, അങ്ങനെ പറയാൻ പാടില്ല. അതേസമയം തരൂരിനെ പിന്തുണച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത് വന്നു. ഇന്ത്യയുടെ നിലപാട് വിദേശ രാജ്യങ്ങളിൽ വിശദീകരിക്കാൻ MP-മാരെ തെരഞ്ഞെടുത്തതിൽ രാഷ്ട്രീയം നോക്കേണ്ടെന്നും ഇന്ത്യയുടെ നിലപാടിനൊപ്പം നിൽക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
KPCC നേതൃതലത്തിൽ സമഗ്ര അഴിച്ചുപണിക്ക് പിന്നാലെ DCC പുനഃസംഘടനയും ഉടൻ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. തൃശൂർ ഒഴികെയുള്ള 13 ജില്ലകളിലും പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യമെങ്കിലും 10 ഇടങ്ങളിലെ മാറ്റമുണ്ടാകൂ എന്നാണ് സൂചന. KPCC രാഷ്ട്രീയകാര്യ സമിതി ഒഴികെയുള്ള എല്ലാ തലങ്ങളിലും അഴിച്ചുപണി നടന്നേക്കുമെന്നാണ് വിവരം. ISROയുടെ PSLV C-61 ദൌത്യം പരാജയപ്പെട്ടു. വിക്ഷേപണത്തിന് ശേഷം 3ാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് ദൌത്യം പരാജയപ്പെടാനിടയാക്കിയത്. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും തിരിച്ചുവരുമെന്നും ISRO ചെയർമാൻ ഡോക്ടർ V. നാരായണൻ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പുതിയ വീഡിയോ പങ്കുവച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ വെസ്റ്റേൺ കമാൻഡ് ആസൂത്രണം ചെയ്തു, പരിശീലനം നൽകി, നടപ്പാക്കി, നീതി ലഭ്യമാക്കി എന്ന തലക്കെട്ടിലാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഷെയർ ചെയ്തത്. ഇത് പ്രതികാരമായിരുന്നില്ല, നീതിയായിരുന്നു എന്നും ഇതിൽ ജവാൻ വിശദീകരിക്കുന്നു. മെയ് 9-ന് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ച സംഭവം ഇന്ത്യൻ സൈന്യം എങ്ങനെ തിരിച്ചടിച്ചുവെന്നും ദൃശ്യങ്ങൾ സഹിതം വിവരിക്കുന്നു. 9 मई रात को तकरीबन 9 बजे जिस भी दुश्मन की पोस्ट ने युद्ध विराम का उल्लंघन किया, उन सभी पोस्टों को भारतीय सेना ने പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണ അവസാനിക്കില്ലെന്നും വെടിനിർത്തലിന് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും സേനാ വൃത്തങ്ങൾ. അതിനിടെ ഇന്ന് നടക്കുമെന്ന് അറിയിച്ച DGMO ചർച്ച നടന്നില്ല. പാക് വിദേശകാര്യമന്ത്രി ഇഷ്ഹാഖ് ദറാണ് ഇന്ന് DGMO ചർച്ച നടക്കുമെന്ന് അറിയിച്ചിരുന്നത്. സേന ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല. അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ തുടരുന്നതിനിടെ 40,000 കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ സൈന്യത്തിന് അനുമതി നൽകി. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കം. സംസ്ഥാന സർക്കാരിന്റെ വികസന പരിണാമത്തിന്റെ കണ്ണാടിയാണ് മേളയെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഇന്ന് ആരംഭിക്കുന്ന മേള മെയ് 23-ന് സമാപിക്കും. കേരള സർക്കാരിന്റെ 9 വർഷത്തെ വികസന നേട്ടങ്ങളുടെ ആഘോഷമാണ് എന്റെ കേരളം പ്രദർശന വിപണനമേള എന്നായിരുന്നു മന്ത്രി V. ശിവൻകുട്ടിയുടെ അഭിസംബോധന. പിണറായി വിജയൻ സർക്കാരിന്റെ 10ാം വാർഷികത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന സമ്മാനം. എന്റെ കേരളം പ്രദർശന വിപണനമേള സർക്കാർ പദ്ധതികളുടെയും സേവനങ്ങളുടെയും ഒരു പ്രദർശനം മാത്രമല്ല, അത് പുരോഗതിയുടെയും ജനങ്ങളുടെയും സാധ്യതകളുടെയും ഒരു ആഘോഷം കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ് മേള. ഭക്ഷ്യമേള, പുസ്തകമേള, സ്പോർട്സ് പ്രദർശനം, മിനി തിയേറ്റർ ഷോ, കാർഷിക പ്രദർശന വിപണനമേള, സ്കൂൾ മാർക്കറ്റ് തുടങ്ങിയവയാണ് മേളയുടെ പ്രധാന ആകർഷണങ്ങൾ. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ 9 വർഷം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത്. വ്യത്യസ്ത സ്റ്റാളുകളോടൊപ്പം പൊതുജനങ്ങൾക്ക് വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും മേളയിൽ ലഭ്യമാകും. വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യയും കനകക്കുന്നിൽ അരങ്ങേറും. ന്യൂസ് 18 തിരുവനന്തപുരം. ലൈവ് 6 പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളം കാണാം. നമസ്കാരം.